ഓം ശ്രീ ഗുരുഭ്യോ നമ. സാഖ്യയോഗത്തിൽ ഭഗവാൻ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ആത്മാവ് ശരീരം കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുന്ന വിധം ആരാണ് സ്ഥിതപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. അതിൽ ആത്മാവിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് നോക്കാം. ആത്മാവിനെ അറിയുന്നതിലൂടെ ഞാൻ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. ഞാൻ എന്നത് നശ്വരമായ ഈ ശരീരമല്ലെന്നും അനശ്വരനായ ആത്മാവാണെന്നും ഈ സാഖ്യയോഗത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കി തരുന്നു. നാം നമ്മെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് ഞാൻ എന്നാണ്. അതായത് ഞാൻ പഠിക്കുന്നു, ഞാൻ കളിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു എന്നൊക്കെയാണ്. ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എൻ്റെ ശരീരം എന്നാണ്. അതായത് എൻ്റെ കൈ, എൻ്റെ കാൽ, എൻ്റെ കണ്ണ് എന്നൊക്കെയാണ്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പോലും ഈ ഞാൻ നഷ്ടപ്പെടുന്നില്ല. അപ്പോഴും ഞാനുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഞാൻ എന്നത് ഈ ശരീരമല്ല, ശുദ്ധ ബോധമാണ്. അതായത് ഞാനാകുന്ന ആത്മാവ് ശുദ്ധ ബോധമാണ്. ആത്മാവിൻ്റെ ലക്ഷണം അവബോധമാണ്. ഈ ബോധമുള്ളതുകൊണ്ടാണ് ആത്മാവിൻ്റെ സാന്നിധ്യത്തെ നാം അറിയുന്നത്. ഞാൻ എന്ന ബോധമില്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ അനുഭവിക്കാൻ കഴിയുകയില്ല. അതിനുദാഹരണമാണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾക്ക് ജീവനുണ്ടെങ്കിലും ഒന്നും തന്നെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ബോധം പോയി കഴിഞ്ഞാൽ ശരീരം വെറും ജഡമാണ്. ആത്മാവ് നിത്യനും നാശരഹിതനുമാണ്. ദേഹം നശിച്ചാലും ആത്മാവ് മരണപ്പെടുന്നില്ല. നമ്മുടെ ശരീരത്തിൽ കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ എപ്രകാരം നടക്കുന്നുവോ അതുപോലെയാണ് ആത്മാവ് ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ആത്മാവ് ആരെയും കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. അത് ശാശ്വതമാണ്. ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ആത്മാവിനൊരിക്കലും മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ശരീരത്തിനാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആത്മാവിനെ ആയുധങ്ങൾക്ക് മുറിക്കാനോ അഗ്നിക്ക് ദഹിപ്പിക്കാനോ ജലത്തിന് നനയ്ക്കാനോ കാറ്റിന് ഉണക്കാനോ കഴിയുകയില്ല. കാരണം അത് നാശമില്ലാത്തതും സർവവ്യാപിയും സ്ഥിരമായതും ചലിക്കാത്തതും ആദ്യന്തമില്ലാത്തവനുമാണ്. ഭീമാകാരനായ ഒരു മൃഗത്തിൻ്റെ ശരീരത്തിലും വൃക്ഷങ്ങളിലും അതിസൂക്ഷ്മങ്ങളായ ഓരോ ജീവാണുവിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് ആശ്ചര്യകരം തന്നെ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ആബ്രഹ്മകീടജനനി എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ കൃമികീടങ്ങളിലും വസിക്കുന്നവൾ എന്നർത്ഥം. അതുപോലെ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ എന്ന ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു, സർവജീവജാലങ്ങളിലും ഉള്ള ആത്മാവ് എൻ്റെ അംശം തന്നെയാണ്. ആത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബോധ്യമാകും, ഒരേ ആത്മാവ് തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്നതെന്ന്. അതായത് ചന്ദ്രൻ്റെ പ്രതിബിംബം കിട്ടത്തക്കവണ്ണം എത്രമാത്രം മൺപാത്രങ്ങളിൽ ജലം നിറച്ചു വെച്ചാലും അവയിലെല്ലാം ചന്ദ്രൻ്റെ പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയും.
എല്ലാത്തിലും നാം കാണുന്നത് ഒരേ ഒരു ചന്ദ്രൻ്റെ പ്രതിബിംബം തന്നെയാണ്. എന്നാൽ ജലം നിറച്ചു വെച്ച കലങ്ങളെല്ലാം ഉടഞ്ഞുപോയാൽ നമുക്ക് ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാൻ കഴിയുകയില്ല. എന്നാൽ ചന്ദ്രൻ അപ്പോഴും ഉണ്ട്. ചന്ദ്രനൊന്നും സംഭവിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യവും. എല്ലാവരിലും ഉള്ളത് ഒരേ ഒരു ഈശ്വര ചൈതന്യം തന്നെയാണ്. മനുഷ്യൻ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും കരകയറാൻ വേഗത്തിൽ സാധിക്കുന്നതാണ്. ഗീതയിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഉറപ്പായും തരണം ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തതായി ശ്ലോകം 22 ശരീരത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ പഴകി ജീർണിച്ച വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് എപ്രകാരം പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നുവോ അതുപോലെ ശരീരത്തോടുകൂടിയ ആത്മാവ് ജീർണിച്ച ശരീരം ഉപേക്ഷിച്ചിട്ട് പുതിയ വേറെ ശരീരങ്ങളെ പ്രാപിക്കുന്നു. ഇവിടെ ആത്മാവിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നശിച്ചുകൊണ്ടിരിക്കുന്നതും സ്ഥിരമായ ഒരു നിലനിൽപ്പില്ലാത്തതുമാണ് ശരീരം. ഏത് സമയം വരെ പ്രാണൻ സ്ഥിതി ചെയ്യുന്നുവോ അതുവരെ മാത്രമേ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമാണ്. ആയതിനാൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ഈ കാര്യത്തിൽ ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൽ താൻ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾക്ക് ജന്മമെടുക്കേണ്ടി വരുന്നു. ആ കർമ്മങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അടുത്ത ജന്മമെടുക്കാൻ വേണ്ടി മരിക്കുകയും വേണം. ഇപ്രകാരം ഒരാൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ജനനമരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് മോചനമില്ലാതെ ഉഴലുന്നു. സകല ജീവജാലങ്ങളും ജനിക്കുന്നതിന് മുൻപ് അവ്യക്തമാണ്. അതുപോലെ തന്നെ മരണശേഷവും അവ്യക്തമാണ്. ഇവയ്ക്ക് രണ്ടിനുമിടയിലുള്ള വ്യക്തമാകുന്ന കുറച്ചു കാലത്തെ മാത്രം ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു ക്ഷത്രിയനായിട്ടും തൻ്റെ മുത്തച്ഛനായ ഭീഷ്മരെയും ഗുരുവര്യനായ ദ്രോണരെയും എങ്ങനെയാണ് വധിക്കുക എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന അർജുനനെയും അതുപോലെ തന്നെ നമ്മളേവരെയും ഈ ഉപദേശങ്ങളിലൂടെ കർമ്മനിരതരാക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത്. അടുത്തതായി എല്ലാവിധ കർമ്മബന്ധങ്ങളെയും പൊട്ടിച്ചെറിയുവാൻ സഹായിക്കുന്ന കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. കൃഷ്ണാവബോധത്തിൽ മുഴുകി ഭക്തിനിർഭരമായ സേവനത്തിലൂടെ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റാൻ കഴിയുമെന്ന് ഭഗവാൻ 47-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നു. ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മം ചെയ്യുന്നതിന് മാത്രമേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തിന് നീ അധികാരിയല്ല.
ഫലം ആഗ്രഹിച്ചു മാത്രം യാതൊരു കർമ്മവും ചെയ്യരുത്. ഫലം വേണ്ടെന്ന് കരുതി കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. അതായത് അകർമ്മം പാടില്ലെന്നും ഫലകാംക്ഷ കൂടാതെ തൻ്റെ നിയതകർമ്മങ്ങൾ നിർവഹിക്കണമെന്നും ഭഗവാൻ ഉപദേശിക്കുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾക്ക് കർമ്മഫലങ്ങൾ സുഖമായാലും ദുഃഖമായാലും അത് അനുഭവിച്ചു തന്നെ തീരണം. അതവർക്ക് ബന്ധനഹേതുവായി തീരുന്നു. എന്നാൽ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ നിർവഹിക്കുമ്പോൾ അതയാളെ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നു. നിഷ്കാമകർമ്മത്തിൽ സ്വധർമാനുഷ്ഠാനത്തിന് നാശം സംഭവിക്കുന്നില്ല. ഇതിൻ്റെ അല്പമായ ആചരണം പോലും വലുതായ സംസാരഭയത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുന്നു. കർമ്മഫലം എന്തുതന്നെ ആയാലും അത് ഭഗവത് പ്രസാദമായി സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയാണ് വേണ്ടത്. അങ്ങനെയുള്ളവർ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഒന്നിലും സംഘം കൂടാതെയും കർമ്മഫലത്തിൽ ആഗ്രഹം വയ്ക്കാതെ നിയുക്ത കർമ്മങ്ങളൊക്കെയും ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് കർമ്മബന്ധങ്ങളുടെ ചങ്ങലക്കെട്ടിൽ നിന്നും മുക്തരാകുക എന്നതാണ് ഭഗവത്ഗീതയുടെ സന്ദേശം. എല്ലാവർക്കും ഇപ്രകാരം കർമ്മങ്ങളൊക്കെയും ഈശ്വരാർപ്പണമായി ചെയ്യാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. സർവം സമർപ്പയാമി. ഹരി ഓം.